ഒരു ചെറിയ തെറ്റായ വഴി. ഒരു കൂട്ടം ആളുകളെ എത്തിച്ചത് ആരും തിരികെ വരാത്ത ഒരു കാട്ടിലേക്കാണ്. അവിടെ അവരെ കാത്തിരുന്നത് മനുഷ്യരെ വേട്ടയാടുന്ന നരഭോജികളായിരുന്നു. ഇനി ആ കാട്ടിൽ നിന്ന് ജീവനോടെ പുറത്തുകടക്കാൻ അവർ നടത്തുന്ന പോരാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് 2003 പുറത്തിറങ്ങിയ വ്രോങ് ടേൺ. സിനിമ തുടങ്ങുന്നത് കൊടും കാടിനുള്ളിലെ ഒരു വലിയ പാറയിൽ നിന്നാണ്. അവിടെ റിച്ച് എന്ന യുവാവും ഹാലി എന്ന യുവതിയും പാറ കയറുകയാണ്. ഇരുവരും കയറുകൊണ്ട് പാറയുടെ മുകളിലേക്ക് കയറുന്നതിനിടയിൽ റിച്ച് ആദ്യം മുകളിലെത്തുന്നു. താഴെയുള്ള ഹാലിയെ മുകളിലേക്ക് എത്തിക്കാൻ റിച്ച് കാത്തുനിൽക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് റിച്ചിന്റെ ശബ്ദം നിലയ്ക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഹാലി മുകളിലേക്ക് നോക്കുന്നു. അവിടെ റിച്ചിനെ കാണാനില്ല. അടുത്ത നിമിഷം കാട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആരോ ഹാലിയുടെ കയറിൽ പിടിക്കുന്നു. ഹാലി ഭയന്ന് കയർ മുറിച്ചുകളയുന്നു. താഴേക്ക് വീണ അവൾ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾക്ക് അറിയില്ലായിരുന്നു, അവൾ ഓടിക്കേറുന്നത് ആ കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടത്തിലേക്കാണെന്ന്. ഹാലി ജീവൻ രക്ഷിക്കാനായി കാട്ടിലൂടെ ഓടുകയാണ്. പക്ഷേ അധിക ദൂരം പോകുന്നതിനു മുമ്പ് അവളുടെ കാലിൽ ഒരു കയർ പോലുള്ള വസ്തു കുടുങ്ങുന്നു. അടുത്ത നിമിഷം അവൾ നിലത്തേക്ക് വീഴുന്നു. അവളെ ആരോ കാട്ടിനുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോകുകയാണ്. ഹാലി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ നിലവിളി പതിയെ കാട്ടിനുള്ളിൽ അപ്രത്യക്ഷമാകുന്നു. ഇതേസമയം മറ്റൊരു സ്ഥലത്ത് ക്രിസ് എന്ന യുവാവ് കാറിൽ യാത്ര ചെയ്യുകയാണ്. അവന് ഒരു പ്രധാന ജോലി സംബന്ധമായ കൂടിക്കാഴ്ചയ്ക്ക് സമയത്ത് എത്തേണ്ടതുണ്ട്. പക്ഷേ മുന്നിലുള്ള പ്രധാന പാതയിൽ വലിയൊരു അപകടം സംഭവിച്ചതോടെ വഴി അടഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വഴി അന്വേഷിച്ച ക്രിസ് അടുത്തുള്ള ഒരു പഴയ പെട്രോൾ പമ്പിൽ എത്തുന്നു. അവിടെ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് മലനിരകളിലൂടെ പോകുന്ന മറ്റൊരു പാത തിരഞ്ഞെടുക്കുകയാണ് ക്രിസ്. ആ പാതയിലൂടെ കുറച്ചു ദൂരം പോയതോടെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായ തീരുമാനം അവൻ എടുത്തുകഴിഞ്ഞിരുന്നു. ക്രിസ് ആ മലമ്പാതയിലൂടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്ന് റോഡിന് നടുവിൽ ഒരു വാഹനം കാണുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസിന്റെ വാഹനം നിയന്ത്രണം വിട്ട് ആ വാഹനത്തിൽ ഇടിക്കുന്നു. ആ വാഹനം അവിടെ യാത്ര ചെയ്യുകയായിരുന്ന ജെസ്സി, കാർലി, സ്കോട്ട്, ഇവാൻ, ഫ്രാൻസീൻ എന്നിവരുടേതായിരുന്നു. അവരുടെ വാഹനത്തിന്റെ ടയറുകളും കേടായ നിലയിലായിരുന്നു. ആദ്യം ഇത് ഒരു സാധാരണ അപകടമാണെന്ന് എല്ലാവരും കരുതുന്നു. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജെസ്സി റോഡിൽ കെട്ടിയിരുന്ന ഒരു വയർ കണ്ടെത്തുന്നു. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്, ഇത് യാദൃച്ഛികമായി സംഭവിച്ച അപകടമല്ല, ആരോ മനഃപൂർവ്വം ഇവരുടെ വാഹനത്തെ ഇവിടെ കുടുക്കിയതാണ്. ചുറ്റും നോക്കിയാൽ എങ്ങും കാട് മാത്രം. ഫോൺ ഉപയോഗിക്കാനും കഴിയുന്നില്ല. സഹായത്തിനായി ആരെയെങ്കിലും കണ്ടെത്തണമെങ്കിൽ കാട്ടിനുള്ളിലേക്ക് തന്നെ പോകണം. അങ്ങനെ ക്രിസ്, ജെസ്സി, കാർലി, സ്കോട്ട് എന്നിവർ സഹായം തേടി കാട്ടിലൂടെ നടക്കാൻ തീരുമാനിക്കുന്നു. അതേസമയം ഇവാനും ഫ്രാൻസീനും വാഹനങ്ങളുടെ അടുത്ത് തന്നെ കാത്തിരിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവർക്ക് അറിയില്ലായിരുന്നു, അവിടെ കാത്തിരിക്കുന്നത് സഹായമല്ല, മറ്റൊരു അപകടമാണെന്ന്. ഇവാൻ വാഹനത്തിനരികിൽ തന്നെ നിൽക്കുമ്പോൾ കാട്ടിനുള്ളിൽ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം കേൾക്കുന്നു. എന്താണ് അതെന്ന് നോക്കാൻ അവൻ പതുക്കെ കാട്ടിലേക്ക് നടക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഇവാൻ തിരികെ വരുന്നില്ല. ഫ്രാൻസീൻ അവനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. അവിടെ അവൾക്ക് ഇവാന്റെ ഒരു ചെരുപ്പ് കാണും. എന്തോ അപകടം സംഭവിച്ചെന്ന് മനസ്സിലായതോടെ ഫ്രാൻസീൻ ഭയന്ന് വാഹനത്തിനരികിലേക്ക് തിരികെ ഓടുന്നു. പക്ഷേ അവൾക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല. കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരാൾ അവളെയും പിടികൂടുന്നു. അതേസമയം ക്രിസും ജെസ്സിയും കാർലിയും സ്കോട്ടും സഹായം തേടി കാട്ടിലൂടെ മുന്നോട്ട് പോകുകയാണ്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവർക്ക് കാട്ടിനുള്ളിൽ ഒരു പഴയ വീട് കാണുന്നു. ആ വീട്ടിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ സഹായം ലഭിക്കുമെന്ന് കരുതി അവർ അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷേ ആ വീട്ടിനുള്ളിൽ അവർ കാണാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാഴ്ചകളിലൊന്നായിരുന്നു. അങ്ങനെ 4 പേരും ആ പഴയ വീട്ടിനുള്ളിലേക്ക് കയറുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തോന്നിയ ആ വീട്ടിനുള്ളിൽ പലതരം വിചിത്രമായ സാധനങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന ചില വസ്തുക്കൾ കണ്ടതോടെ ജെസ്സിക്ക് സംശയം തോന്നുന്നു. ഈ വീട് വെറുതെ ഉപേക്ഷിക്കപ്പെട്ടതല്ല, ആരോ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ കൂടുതൽ അകത്തേക്ക് പോകുമ്പോഴാണ് മുമ്പ് കാണാതായ ആളുകളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നതായി മനസ്സിലാകുന്നത്. ഇതോടെ എല്ലാവരും ഭയന്നു പോകുന്നു. ഈ കാട്ടിൽ തങ്ങളെപ്പോലെ മുമ്പും പലരും കുടുങ്ങിയിട്ടുണ്ട്.
അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ആരോ വീട്ടിലേക്ക് വരികയാണ്. 4 പേരും ഉടൻ ഒളിച്ചിരിക്കുന്നു. വാതിൽ തുറക്കുന്നു. അകത്തേക്ക് കയറി വരുന്നത് 3 ഭീകരരായ മനുഷ്യർ. 3 ഫിംഗർ സോ ഡൂത്ത് 1 ഐ. ഈ കാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ 3 പേരാണ് അവിടെ കുടുങ്ങുന്ന മനുഷ്യരെ വേട്ടയാടുന്നത്. അവരെ കണ്ടതോടെ ക്രിസിനും കൂട്ടർക്കും എല്ലാം വ്യക്തമായി. തങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു സാധാരണ വീട്ടിലേക്കല്ല, നരഭോജികളുടെ വീട്ടിലേക്കാണ്. അവർ ആ വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. പുറത്തുനിന്ന് വന്ന 3 നരഭോജികൾക്ക് ഇവർ അകത്തുണ്ടെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിശബ്ദമായി ഇരുന്നാൽ രക്ഷപ്പെടാമെന്ന് കരുതിയെങ്കിലും അധികനേരം അങ്ങനെ തുടരാൻ കഴിയില്ല. 3 പേരും വീടിനുള്ളിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ക്രിസും ജെസ്സിയും കാർലിയും സ്കോട്ടും ശ്വാസം പോലും അടക്കിപ്പിടിച്ച് ഒളിച്ചിരിക്കുന്നു. ഒടുവിൽ അവർ ഉറങ്ങിപ്പോകുന്നതുവരെ കാത്തിരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് ക്രിസ് മനസ്സിലാക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീടിനുള്ളിൽ നിശബ്ദത പടരുന്നു. അതാണ് രക്ഷപ്പെടാനുള്ള അവസരമെന്ന് ക്രിസ് തീരുമാനിക്കുന്നു. അവൻ പതുക്കെ വാതിലിനടുത്തേക്ക് നീങ്ങുന്നു. ഒരാൾ പുറത്തേക്ക് കടക്കുന്നു. പിന്നെ മറ്റൊരാൾ. എല്ലാവരും ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ ഉണരുന്നത്. ഇനി അവർക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല. 3 നരഭോജികളും അവരുടെ പിന്നാലെ ഇറങ്ങുന്നു. ഇനി തുടങ്ങുകയാണ് ആ കാട്ടിലൂടെയുള്ള യഥാർത്ഥ ഓട്ടം. 3 നരഭോജികളും പിന്നാലെ എത്തിയതോടെ ക്രിസും ജെസ്സിയും കാർലിയും സ്കോട്ടും ജീവൻ രക്ഷിക്കാനായി കാട്ടിലൂടെ ഓടുന്നു. അവർക്ക് മുന്നിൽ ഒരു വഴി പോലുമില്ല. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. എന്നാൽ പിന്നിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർക്ക് കാട്ടിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിരവധി വാഹനങ്ങൾ കാണുന്നു. ഓരോ വാഹനവും കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകുന്നു. ഇതിനു മുമ്പും ഒരുപാട് ആളുകൾ ഈ കാട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരാരും തിരികെ പോയിട്ടില്ല. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർ ഒരു പഴയ വാഹനം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നരഭോജികൾ വീണ്ടും അവരുടെ പിന്നാലെ എത്തുന്നു. സംഘം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സ്കോട്ട് മറ്റുള്ളവർക്ക് സമയം നേടിക്കൊടുക്കാൻ പിന്നിൽ നിൽക്കുന്നു. ക്രിസ് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാഹചര്യം കൈവിട്ടുപോകുന്നു. അങ്ങനെ സ്കോട്ടിനെയും അവർക്ക് നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ക്രിസും ജെസ്സിയും കാർലിയും മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ അവർക്ക് മുന്നിലുള്ള വഴി ഇനിയും അവസാനിച്ചിട്ടില്ല. കാരണം ആ 3 നരഭോജികളും ഇപ്പോഴും അവരുടെ പിന്നാലെയുണ്ട്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ലക്ഷ്യത്തോടെ ക്രിസും ജെസ്സിയും കാർലിയും മുന്നോട്ടു പോകുന്നു. കാട്ടിലൂടെ കുറച്ചു ദൂരം നടന്നപ്പോൾ അവർക്ക് ഒരു പഴയ കാവൽമാടം കാണുന്നു. അവിടെ കയറിയാൽ ചുറ്റുമുള്ള പ്രദേശം കാണാനും സഹായത്തിനായി ബന്ധപ്പെടാനും കഴിയുമെന്ന് അവർ കരുതുന്നു. 3 പേരും കാവൽമാടത്തിലേക്ക് കയറുന്നു. അവിടെ ഒരു പഴയ റേഡിയോ കാണുന്നു. ക്രിസ് അതിലൂടെ സഹായത്തിനായി സന്ദേശം അയക്കാൻ ശ്രമിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം മറുപടി ലഭിക്കുന്നു. അവർക്ക് ഇനി രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ താഴെ കാട്ടിനുള്ളിൽ ചില ചലനങ്ങൾ കാണുന്നു. അത് മറ്റാരുമല്ല, ആ 3 നരഭോജികൾ തന്നെയാണ്. അവർ കാവൽമാടം കണ്ടെത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായതോടെ ക്രിസിനും കൂട്ടർക്കും വലിയ അപകടമാണ് മുന്നിൽ. താഴെ നരഭോജികൾ കാത്തുനിൽക്കുന്നു. അപ്പോഴാണ് അവർ കാവൽമാടത്തിന് തീ കൊളുത്തുന്നത്. തീ പതുക്കെ മുകളിലേക്ക് പടരുന്നു. ഇനി അവിടെ തുടരുകയാണെങ്കിൽ തീയിൽ അകപ്പെടും. പുറത്തേക്ക് ഇറങ്ങിയാൽ നരഭോജികളുടെ മുന്നിൽപ്പെടും. ജീവിക്കണമെങ്കിൽ എന്തായാലും അവിടെ നിന്ന് പുറത്തു കടക്കണം. തീ പടരുന്നത് കണ്ടതോടെ ക്രിസ്, ജെസ്സി, കാർലി എന്നിവർ കാവൽമാടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. താഴേക്ക് ഇറങ്ങിയാൽ നരഭോജികൾ കാത്തുനിൽക്കുകയാണ്. അതുകൊണ്ട് അവർ മറ്റൊരു വഴിയിലൂടെ മരങ്ങളിലേക്ക് ചാടിക്കടന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ കാർലി അവരിൽ നിന്ന് അകന്നുപോകുന്നു. ക്രിസും ജെസ്സിയും അവളെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നരഭോജികളിൽ ഒരാൾ കാർലിയെ കണ്ടെത്തുന്നു. ക്രിസ് അവളെ രക്ഷിക്കാൻ തിരികെ പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. കാർലിക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആ കാട്ടിൽ ബാക്കിയുള്ളത് ക്രിസും ജെസ്സിയും മാത്രം. ഇരുവരും ജീവൻ രക്ഷിക്കാനായി വീണ്ടും കാട്ടിലൂടെ ഓടുന്നു. ഒടുവിൽ അവർ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിക്കുന്നു. പുറത്ത് നരഭോജികൾ അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരുവരും നിശബ്ദമായി അവിടെ തന്നെ കഴിയുന്നു. രാത്രി പതുക്കെ കടന്നുപോകുന്നു. പുലർച്ചെയായപ്പോൾ ക്രിസും ജെസ്സിയും വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു. അവർക്ക് ഇനി ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ.
എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്ന് പുറത്തു കടക്കുക. രാവിലെ ആയപ്പോൾ ക്രിസും ജെസ്സിയും ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കാട്ടിലൂടെ ഏറെ നേരം നടന്നതിന് ശേഷം ഒടുവിൽ അവർക്ക് ഒരു റോഡ് കാണുന്നു. ഇനി രക്ഷപ്പെടാമെന്ന് കരുതി ഇരുവരും റോഡിലേക്ക് എത്തുന്നു. പക്ഷേ അവരുടെ സന്തോഷത്തിന് അധികനേരം ആയുസില്ലായിരുന്നു. പെട്ടെന്ന് ആ 3 നരഭോജികളും വീണ്ടും അവരുടെ മുന്നിലെത്തുന്നു. ക്രിസും ജെസ്സിയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഓടുന്നതിനിടെ ക്രിസ് താഴേക്ക് വീഴുന്നു. ജെസ്സിയെ നരഭോജികൾ പിടികൂടി തിരികെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ക്രിസ് എങ്ങനെയോ രക്ഷപ്പെട്ട് റോഡിലെത്തുന്നു. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നു. തനിക്ക് സംഭവിച്ചതെല്ലാം ക്രിസ് അയാളോട് പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പുതന്നെ കാട്ടിൽ നിന്ന് അപകടം വീണ്ടും എത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെയും നരഭോജികൾ ആക്രമിക്കുന്നു. ഇപ്പോൾ ക്രിസിന് മുന്നിൽ ഒരു കാര്യം മാത്രമേയുള്ളൂ: ജെസ്സിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനായി സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി ക്രിസ് വീണ്ടും അതേ ഭീകരമായ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. ക്രിസ് ജെസ്സിയെ രക്ഷിക്കാനായി വീണ്ടും ആ നരഭോജികളുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനം ഉപയോഗിച്ച് അവൻ വീട്ടിനടുത്തേക്ക് എത്തുന്നു. ജെസ്സി ഇപ്പോഴും അവരുടെ പിടിയിലാണ്. ക്രിസ് അവസരം നോക്കി വാഹനവുമായി നേരെ വീട്ടിലേക്ക് ഇടിച്ചുകയറുന്നു. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ നരഭോജികൾ പരിഭ്രാന്തരാകുന്നു. ഈ അവസരം ഉപയോഗിച്ച് ക്രിസ് ജെസ്സിയെ മോചിപ്പിക്കുന്നു. ഇരുവരും അവിടെ നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നു. പക്ഷേ ത്രീ ഫിംഗർ ഇപ്പോഴും ജീവനോടെയുണ്ട്. അവൻ വീണ്ടും അവരുടെ പിന്നാലെ വരുന്നു. ക്രിസും ജെസ്സിയും എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തു കടക്കുന്നു. പക്ഷേ ഈ ഭീകരതയ്ക്ക് ഒരു അവസാനം വേണമെന്ന് ക്രിസ് തീരുമാനിക്കുന്നു. അവൻ വീട്ടിനുള്ളിലെ ഇന്ധനത്തിലേക്ക് വെടിവയ്ക്കുന്നു. അടുത്ത നിമിഷം വലിയൊരു സ്ഫോടനത്തോടെ ആ വീട് തീയിൽ അകപ്പെടുന്നു. ക്രിസും ജെസ്സിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവരുടെ മുന്നിൽ ഇനി ഒരേയൊരു ലക്ഷ്യം മാത്രം: ആ കാട്ടിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കുക. കുറച്ചു ദൂരം പിന്നിട്ട ശേഷം ക്രിസും ജെസ്സിയും വീണ്ടും ആ പഴയ പെട്രോൾ പമ്പിൽ എത്തുന്നു. അവിടെ നിന്നാണ് ക്രിസ് നേരത്തെ കണ്ടിരുന്ന ഭൂപടം അവൻ ഓർക്കുന്നത്. ആ ഭൂപടം ഉപയോഗിച്ചാണ് താൻ ആ അപകടകരമായ കാട്ടിലേക്കുള്ള വഴി തിരഞ്ഞെടുത്തത്. ഇനി മറ്റാരും തന്റെ പോലെ ആ വഴിയിലൂടെ കാട്ടിലേക്ക് എത്തരുതെന്ന് കരുതി ക്രിസ് ആ ഭൂപടം എടുത്ത് നശിപ്പിക്കുന്നു. അങ്ങനെ ക്രിസും ജെസ്സിയും ആ സ്ഥലത്തുനിന്ന് യാത്ര തുടരുന്നു. ഒടുവിൽ അവർ ആ ഭീകരമായ കാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ സിനിമ ഇവിടെ അവസാനിച്ചുവെന്ന് കരുതുമ്പോൾ അവസാനത്തിൽ വീണ്ടും നമ്മളെ ആ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. തകർന്നു വീണ ആ വീട്ടിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് എത്തുന്നു. എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്ന നിമിഷത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ത്രീ ഫിംഗർ ജീവനോടെ പുറത്തുവരുന്നു. അവൻ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്നു. അങ്ങനെ ക്രിസും ജെസ്സിയും രക്ഷപ്പെട്ടെങ്കിലും ആ കാട്ടിലെ ഭീകരത ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന സൂചനയോടെ സിനിമ അവസാനിക്കുന്നു.